അന്തർദേശീയ വിപണിയിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുത്തനെ കുറഞ്ഞിട്ടും കേരളത്തിൽ ഡീസലിന്റെയും പെട്രോളിന്റെയും വില കൂടുന്നു. ഇതിനെപ്പറ്റി നിനക്ക് എന്താണ് പറയാനുള്ളത്? വണ്ടികളുടെ തിരക്ക് കാരണം റോഡിലൂടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോ ഇന്ധന വില കുറഞ്ഞാലോ ആളുകൾ കൂടുതലായി ബൈക്കും കാറും ഉപയോഗിക്കാൻ തുടങ്ങും. അങ്ങനെ ഉണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണം കൊണ്ട് ഈ നാട് നാശിക്കും. ഞാൻ പറയുന്നത് പെട്രോളിന് 200 രൂപയും ഡീസലിന് 150 രൂപയും ആക്കണമെന്നാണ്. വില കൂടുതൽ കൊടുത്ത് മദ്യം വാങ്ങി കുടിച്ചപ്പോ ആളുകളുടെ കുടുംബം മുടിഞ്ഞു, അത്രേ ഉള്ളു കാര്യം. പിന്നെ മോഹനായിട്ട് കരുതുന്ന പോലെ കാറും ബൈക്കും മാത്രമല്ല പെട്രോളും ഡീസൽ ഉപയോഗിക്കുന്നത്. ചരക്ക് കൊണ്ടുവരുന്ന ലോറികള്, ആളുകളെ കൊണ്ടുപോകുന്ന ബസ്സുകള്, ട്രെയിനുകള് ഒക്കെ ഡീസൽ ഉപയോഗിക്കുന്നുണ്ട്. ഡീസലിന്റെ വില കൂടുമ്പോൾ ട്രെയിൻ ചാർജും ബസ് ചാർജും കൂടും, പച്ചക്കറിക്കും അരിക്കും വില കൂടും. ഇത്തരം കേസുകൾ നമ്മൾ ഇടപെടണോ സാർ? അല്ല, രാഷ്ട്രീയമാണല്ലോ പ്രശ്നം. അത് പാർട്ടിക്കാരുടെ വക്കീലന്മാര് കൈകാര്യം ചെയ്യുന്നതല്ലേ നല്ലത്. ശരി സാർ, ഞാൻ 11 മണിയാകുമ്പോഴേക്കും ഓഫീസിലേക്ക് എത്താം. കൊള്ളാം മോഹനേട്ടാ, അടുത്ത ഐഡിയ. മോഹനേട്ടാ, നമ്മുടെ കോളേജിൽ പഠിക്കുന്ന 90% കുട്ടികൾക്കും 18 വയസ്സിൽ കൂടുതലുണ്ട്. അതായത് അവർക്ക് വോട്ടവകാശമുണ്ട് എന്നർത്ഥം. വോട്ടവകാശമുള്ളവർക്ക് രാഷ്ട്രീയവും ഉണ്ടാവും. അതെങ്ങനെയാ നിരോധിക്കുക? കോളേജ് പഠിക്കാൻ മാത്രമായിട്ടുള്ള അവിടെ വേറെ ഒന്നും പാടില്ല. ഈ വീടിന് ചുറ്റും ആവശ്യം പോലെ സ്ഥലങ്ങളുണ്ട്. ഇവിടെ താമസത്തിന് വന്ന അന്ന് മുതൽ ഞാൻ പറയാ, നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാന്ന്. പക്ഷെ നീ കേട്ടില്ല. നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി നമ്മൾ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുകയാണെങ്കിൽ ഈ വിഷം നിറച്ച പച്ചക്കറി കഴിക്കേണ്ടി വരില്ലായിരുന്നു. മോഹനേട്ടനും അതാവാറുന്നല്ലോ. എനിക്ക് ഈ വീട്ടിൽ 100 കൂട്ടം ജോലിയുണ്ട്. ഇല്ലെങ്കിൽ പുഷ്കരെ കഷ്ടപ്പെട്ടു പോയനെ. എന്താണ് ഉത്തമ രാവിലെ തന്നെ വില്ലേജ് ഓഫീസർ ഒരു പുകഴ്ത്തല്? എന്തോ ഒരു കാര്യസാധ്യം ഉണ്ടല്ലോ. കാര്യം സാധിച്ചു നോക്കിയില്ലേ? ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യമായിരുന്നു. മോനേര് സാറ് സാധിച്ചു തന്നു. ഉത്തമ, സാറിന് വില്ലേജ് ഓഫീസിലെ കാര്യങ്ങളൊന്നും പഴയ പോലെ താല്പര്യമില്ല. പെട്രോൾ വില കൂട്ടുക, വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കുക തുടങ്ങിയ മേഖലകളിലൊക്കെയാണ് ഇപ്പൊ ശ്രദ്ധ. ഈ പറമ്പിൽ പച്ചക്കറി കൃഷി തുടങ്ങുന്നതിനെ പറ്റി ഉത്തമന്റെ അഭിപ്രായം എന്താണ്? നല്ലതല്ലേ സാറേ? സഹായിക്കോ? അല്ല സാറേ, അതിപ്പോ 2-3 പണിക്കാരെ വിളിച്ചാ പോരെ? അവര് നല്ല അസലായിട്ട് ജോലി ചെയ്ത് തീർത്തു തരികയും ചെയ്യും. എത്ര രൂപ കൂലി കൊടുക്കേണ്ടി വരും? അതിപ്പോ ഓരോരുത്തർക്ക് കൂലി അങ്ങ് പറഞ്ഞോളല്ലേ ഉത്തമ. വില്ലേജ് ഓഫീസർ ബോധം കണ്ടു. മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് സ്വന്തം ഭർത്താവിനെ പരിഹസിക്കുന്നത് ഏതൊരു ഭാര്യയായാലും ശരിയല്ല. നീ ഇപ്പൊ ചെയ്തത് അതല്ലേ? ഇതിലെന്ത് പരിഹാസ മോഹനേട്ടാ? ഞാനൊരു കാര്യം പറഞ്ഞല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് മോഹനേട്ടൻ എന്നെ എന്തൊക്കെ പറയാറുണ്ട്. ഇപ്പൊ വന്നിട്ട് പോയ അതേ ഉത്തമന്റെ മുന്നിൽ വെച്ച് എനിക്ക് കേസ് വാദിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് മോഹനേട്ടൻ എന്തുമാത്രം എന്നെ കളിയാക്കിയിട്ടുണ്ട്. പറയുമ്പോ മോഹനേട്ടൻ സാർ സത്യസന്ധൻ, നിയമം വിട്ടൊന്നും ചെയ്യൂല. പക്ഷെ ഇന്നലെ പുഷ്കരന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നേർത്തു ആ ചിട്ടയൊന്നും കണ്ടില്ല. വാസ്തവമാ, മെനഞ്ഞാന്ന് അപേക്ഷ തന്നു, ഇന്നലെ സർട്ടിഫിക്കറ്റ് കൊടുത്തു. അതും സർവേ നമ്പറിൽ പിശകുണ്ടായിട്ട് പോലും. അതിനൊന്നും വലിയ കാര്യമില്ല കാഞ്ചന സാറേ. സർവേ നമ്പറിൽ പിശകുണ്ടെങ്കിലും വില്ലേജ് ഓഫീസർക്ക് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാം. ഇതിലെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ സ്വയംപ്രഭയ്ക്കോ കാഞ്ചനയ്ക്കോ പരാതിപ്പെടാം. നാളെ നിങ്ങൾക്കൊരാൾക്ക് ഇങ്ങനൊരു ആവശ്യം വന്നാലും ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യും. അതിനാണ് സർക്കാർ എനിക്ക് ശമ്പളം തരുന്നത്. തൃപ്തിയായില്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, മോഹനേഷ സാർ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിന് വ്യക്തമായ കാരണവും കാണും. ഇത് കൈക്കൂലി തന്നെ. ഇന്നലെ ഞാൻ പുഷ്കറിന്റെ സർട്ടിഫിക്കറ്റ് ശരിയാക്കി തന്നത് ഈ പച്ചക്കറിക്ക് വേണ്ടി അല്ല. പുഷ്കറിന് ഒരു അത്യാവശ്യമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാ. സർ, ആ സർട്ടിഫിക്കറ്റും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. കഴിഞ്ഞ കൊല്ലം സ്ഥലമളക്കാൻ വന്നപ്പോ സാറല്ലേ എന്റെ ഭാര്യയോട് പറഞ്ഞത് രാസവളവും കീടനാശിനിയും ഒന്നും ഉപയോഗിക്കാതെ ശുദ്ധമായ പച്ചക്കറി കൃഷി ചെയ്യണമെന്ന്. സാറ് തന്നെ കൃഷി ഓഫീസിൽ വിളിച്ചു പറഞ്ഞ് വിത്തും ജൈവവളമൊക്കെ ഏർപ്പാടാക്കുകയും ചെയ്തു. ആ കൃഷിയിലുണ്ടായതായത്. എന്റെ ഭാര്യ പറഞ്ഞു സാറിന്റെ ഉപദേശം കാരണോ ഇതൊക്കെ ചെയ്തത്, അതുകൊണ്ട് ഇത് സാറിന് കൊണ്ടുവന്ന് തരണമെന്ന്.
സാറിനോട് ചോദിക്കാതെ വീട്ടിൽ കൊണ്ട് കൊടുത്താ ദേഷ്യപ്പെട്ടാലോ എന്ന് കരുതിയാ അങ്ങനെ ചെയ്യാതിരുന്നത്. ഇത് എനിക്ക് വേണം. അങ്ങനെയാണെങ്കിൽ ഞാനിത് വീട്ടിലേക്ക് കൊണ്ടുവരാം സാർ. വേണ്ട, ഇത് ഞാൻ കൊണ്ടുപോയിക്കോളാം. പുഷ്കരന്റെ ഭാര്യയോട് എന്റെ നന്ദി പറഞ്ഞോളൂ.